Hi all, Logical Reasoning and Data Interpretation പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റാങ്കിംഗ് ആൻഡ് ഓർഡർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 1 minute time. Okay, അങ്ങനെയാണെങ്കിൽ നോക്കുക. Problem number 1. A total of 78 celebrities were standing in a row. അപ്പോൾ ഏകദേശം എത്ര സെലിബ്രിറ്റീസ് ആണ്? ടോട്ടൽ ഓഫ് 78 സെലിബ്രിറ്റീസ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സെലിബ്രിറ്റീസ് 78 ആണ്. ഓക്കെ, കരൺ ജോഹർ വാസ് സ്റ്റാൻഡിങ് അറ്റ് 25th പൊസിഷൻ ഫ്രം ലെഫ്റ്റ്. അപ്പോൾ കരൺ ജോഹർ ലെഫ്റ്റിൽ നിന്ന് ഏകദേശം 25th പൊസിഷനിലാണ്. അപ്പോൾ എൽ എന്നെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, കാരണം ലെഫ്റ്റിൽ നിന്നാണ് 25th പൊസിഷൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുക, സൽമാൻ ഖാൻ വാസ് സ്റ്റാൻഡിങ് അറ്റ് 20th പൊസിഷൻ ഫ്രം റൈറ്റ്. സൽമാൻ ഖാൻ റൈറ്റിൽ നിന്ന് എത്രയാണ്? 20th പൊസിഷനാണ്, 6ാമത്തെ പൊസിഷനാണ്. സൽമാൻ ഖാൻ റൈറ്റിൽ നിന്ന് എത്രാമത്തെ പൊസിഷനാണ്? 20th പൊസിഷൻ, അതായത് 20ാമത്തെ പൊസിഷനാണ്. ഓക്കെ, നോക്കുക, ഹൗ മെനി സെലിബ്രിറ്റീസ് വേർ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ കരൺ ജോഹർ ആൻഡ് സൽമാൻ ഖാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എത്രയേ ഉള്ളൂ? കരൺ ജോഹറിൻ്റെയും അതുപോലെ തന്നെ സൽമാൻ ഖാൻ്റെയും ഇൻ ബിറ്റ്വീൻ എത്ര ആളുകൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ എത്ര സെലിബ്രിറ്റീസ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ ചെയ്യുക? ഒന്നിക്കെ കരൺ ജോഹറിൻ്റെ ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ ആണ് തന്നിട്ടുള്ളത്, അപ്പോൾ ടോട്ടലും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റൈറ്റിൽ നിന്നുള്ള വാല്യൂ കൂടി അവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സൽമാൻ ഖാൻ്റെ റൈറ്റിൽ നിന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്, ടോട്ടലും തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ കണ്ടെത്താൻ വേണ്ടി പറ്റും. ആ രണ്ട് ബേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതി അപ്രോച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഞാൻ ചെയ്യുന്നത് രണ്ടാമത്തെ രീതിയാണ്, അതായത് സൽമാൻ ഖാൻ്റെ ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ ഞാൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഫ്രണ്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ റൈറ്റിൽ നിന്നുള്ള വാല്യൂ ഉണ്ട്, ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് 20 പ്ലസ് ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ എക്സ് ആയി ഞാൻ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട്. -1 ഈക്വൽ ടു എത്രയാണ്? ടോട്ടലാണ് വരിക, എത്രയാണ്? 78. അപ്പോൾ 20 പ്ലസ് എൽ ഈക്വൽ ടു -1 അപ്പുറത്ത് പോകും, അപ്പോൾ 79 വരും. എൽ ഈക്വൽ ടു 59 വരും. അപ്പോൾ സൽമാൻ ഖാൻ്റെ ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ എത്രയാണ്? 59 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ കരൺ ജോഹറിൻ്റെ ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ കിട്ടി, അതുപോലെ തന്നെ സൽമാൻ ഖാൻ്റെ ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക, ഇതിപ്പോൾ ഒരു റോ ആണ്. ഓക്കെ, അതിൽ ലെഫ്റ്റിൽ നിന്ന് 25th ആയിട്ട് ഏകദേശം ഒരു ഇവിടെ കൺസിഡർ ചെയ്യുക. ഏകദേശം ആരുണ്ട്? കരൺ ജോഹർ ഉണ്ട്. ഈ ഒരു പൊസിഷൻ നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്, രണ്ട് പൊസിഷനും. ഇവിടെ ആരുണ്ട്? കരൺ ജോഹർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 59th പൊസിഷനിലായിട്ട് ആരുണ്ട്? 59th പൊസിഷനിലായിട്ട് സൽമാൻ ഖാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ, അവരുടെ ഇൻ ബിറ്റ്വീൻ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം 25 മുതൽ 50 വരെ ഏകദേശം എത്ര പേരുണ്ടായിരിക്കും? 25 പേരുണ്ടാവും. അതുപോലെ തന്നെ 50 മുതൽ 59 വരെ. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 51ാമത്തെ ആൾ, 52ാമത്തെ ആൾ, അങ്ങനെ 59ാമത്തെ വരെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. പക്ഷേ 59ാമത്തെ ആൾ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ആരാണ്? സൽമാൻ ഖാൻ ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്പെസിഫിക് വ്യക്തിയെ ഇവിടെ പറയുകയാണെങ്കിൽ സൽമാൻ ഖാനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആഡ് ചെയ്യരുത്. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി എത്ര പേരുണ്ടാവും? 51, 52, 53 അങ്ങനെ പോയ 58 വരെ ഏകദേശം 8 ആളുകളുണ്ടായിരിക്കും. അപ്പോൾ 25 + 8 എന്ന് പറയുമ്പോൾ ഏകദേശം 33 ആളുകളായിരിക്കും വരിക. ഓപ്ഷൻ 3 33 അല്ലെങ്കിൽ 33 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഈസി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 minute time.
ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ചന്ദ്രിക ഈസ് 8 റാങ്ക്സ് അഹെഡ് ഓഫ് ജയ ഹു റാങ്ക്സ് 26th ഇൻ എ ക്ലാസ് ഓഫ് 42. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 42 ആണ്. ഓക്കെ, ജയയുടെ റാങ്ക് എത്രയാണ്? 26th ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചന്ദ്രിക 8 റാങ്ക് അഹെഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചന്ദ്രികയുടെ റാങ്ക് എത്രയായിരിക്കും? 26 + 8 ആയിരിക്കോ? തീർച്ചയായിട്ടും ആയിരിക്കില്ല. മുൻപിൽ എന്ന് പറയുമ്പോൾ റാങ്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് വരാനാണ് 1ാം റാങ്കിലുള്ള ആളാണ്. അപ്പോൾ മുന്നിലേക്കാണ് പോവുക. അപ്പോൾ 26 - 8 എന്ന് പറയുമ്പോൾ ഏകദേശം 18 വരും. അപ്പോൾ ചന്ദ്രികയുടെ റാങ്ക് 18 ആയിരിക്കും ഫ്രണ്ടിൽ നിന്ന്. ഓക്കെ, 8 പൊസിഷൻ അഹെഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 18th പൊസിഷൻ ആയിരിക്കും. നോക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ചന്ദ്രികാസ് റാങ്ക് ഫ്രം ലാസ്റ്റ്? അപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്നുള്ള റാങ്കാണ്. ഓക്കെ, ഫ്രണ്ടിൽ നിന്നുള്ള റാങ്കാണ്, അല്ലെങ്കിൽ ടോപ്പിൽ നിന്നുള്ള റാങ്കാണ്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രികയുടെ ലാസ്റ്റിൽ നിന്നുള്ള റാങ്ക് എത്രയാണെന്നാണ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 8 പ്ലസ് ലാസ്റ്റിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഞാൻ L എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. -1 = 42. 18 - 1 17 ആണ്. L + 17 = 42. L = 42 - 17 എന്ന് പറയുമ്പോൾ 25. ക്ലിയർ ആണല്ലോ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 1 minute ടൈം. Okay, question number 3. Study the following arrangement carefully and answer the question given below. അപ്പോൾ നമുക്കൊരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ നമ്പേഴ്സ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൗ മെനി സച്ച് ഡിജിറ്റ്സ് ആർ ദർ ഇൻ ദ സീക്വൻസ്, each of which is immediately preceded as well as followed by a letter. അപ്പോൾ ഈ ഒരു സീക്വൻസിൽ ഏതൊക്കെ ഡിജിറ്റ്സ് ആണ്? ആ ഡിജിറ്റ്സ് മാത്രം നോക്കിയാൽ പോരാ, ആ ഡിജിറ്റ്സിൻ്റെ മുമ്പേ പ്രൊസീഡഡ് ബൈ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് എന്ന് പറയുമ്പോൾ തൊട്ട് മുൻപ് ആര് വരണം? ലെറ്റർ വരണം. അതുപോലെ തന്നെ തൊട്ട് ശേഷവും അല്ലെങ്കിൽ ഫോളോഡ് ബൈ എന്ന് പറയുമ്പോൾ അതിന് ശേഷവും ഒരു ലെറ്റർ വരണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു 7 എന്നുള്ള ഡിജിറ്റ് വന്നു, അതിന് മുമ്പേ ഒരു ലെറ്റർ വന്നു, അതിൻ്റെ ശേഷവും ഒരു ലെറ്റർ വന്നു. ഈ രീതിയിൽ എത്ര അറേഞ്ച്മെൻറ്റ്സ് ഈ ഒരു സീക്വൻസിൽ ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു സീക്വൻസിലെ ഡിജിറ്റ്സിനൊക്കെ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഡിജിറ്റ്സിനും നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റ് വരുന്നത് ഇവിടെ 7 ആണ്. അപ്പോൾ 7ൻ്റെ മുമ്പേ ഒരു ലെറ്റർ ആണ്, ശേഷവും ഒരു ലെറ്റർ ആണ്. അപ്പോൾ ഒന്നായി അല്ലെങ്കിൽ ഒരു കേസായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഡിജിറ്റ് നോക്കാൻ ഞാൻ ഡിജിറ്റ് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റൗണ്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഡിജിറ്റ് 9 ആണ്. 9ൻ്റെ മുമ്പ് ഒരു ലെറ്റർ ആണ്, ശേഷവും ഒരു ലെറ്റർ ആണ്. അപ്പോൾ ഒരു കേസും കൂടിയായി. ഇനി അടുത്ത് നോക്കാം. അടുത്തൊരു ഡിജിറ്റ് വരുന്നത് 3 ആണ്. 3ൻ്റെ മുമ്പ് ഒരു ലെറ്റർ ആണ്, പക്ഷേ ശേഷം ഒരു സിമ്പിളാണ്. അപ്പോൾ അത് കഴിയില്ല. അടുത്ത് നോക്കാം. അടുത്ത് 5 ആണ്. 5ൻ്റെ മുമ്പേ ഒരു സിമ്പിളാണ്, ശേഷം ഒരു ലെറ്റർ ആണ്. പക്ഷേ മുമ്പ് ഒരു സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ്, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ്, രണ്ടും എന്തായിരിക്കണം? ലെറ്റേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ എന്താ വരുന്നത്? ഒരു സിമ്പിളാണ് വരുന്നത്. അപ്പോൾ അതും പരിഗണിക്കാൻ വേണ്ടി പറ്റില്ല. 2 കേസസിൽ മാത്രമേ വരുന്നുള്ളൂ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 2 എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ 3 വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് റാങ്കിങ് ആൻഡ് ഓർഡർ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.